أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا ربنا زدنا علما نافعا. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അദ്ദുറൂസുൽ മുഹിമ്മ ലിഅമ്മത്തുൽ ഉമ്മ, സാധാരണക്കാർ അറിയേണ്ട പാഠങ്ങൾ എന്ന കിതാബ് ഗ്രന്ഥത്തിൽ നിന്ന് കഴിഞ്ഞ 2 ക്ലാസ്സുകളായി നമ്മളത് വായന അത് ആസ്പദമാക്കിയുള്ള നമ്മുടെ പഠനം ആരംഭിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട പാഠങ്ങളിൽ ആദ്യം അർക്കാനുൽ ഇസ്ലാമാണ് നമ്മൾ പറഞ്ഞത്. ഇസ്ലാമിൻ്റെ റുക്നുകൾ, തൂണുകൾ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഭാഗമായി ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചാണ് പിന്നെ നമ്മൾ വിശദീകരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്ത് 8 എണ്ണമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 5 എണ്ണം പറഞ്ഞ് അവസാനിപ്പിച്ചാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനുശേഷം ഫൈസൽ മൗലവിയുടെ സെഷനിൽ മൗലവി ഷുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തുകളെ കുറിച്ച് പരാമർശിച്ചു എന്നും അപ്പോൾ അതിൽ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നും കുറച്ച് ആളുകൾ സൂചിപ്പിച്ചിരുന്നു, വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാനത് നമ്മൾ ഈ ഷുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അത് പറഞ്ഞിരുന്നു എന്നാണ് ഓർമ്മ. അതങ്ങനെ ആ സമയത്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അതൊന്ന് ആവർത്തിക്കണം. ഷർത്തുകൾ പൊതുവെ ഏത് വിഷയത്തിലായാലും എല്ലാത്തിനും ഷർത്തുകളുണ്ട്. ഇപ്പോൾ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യത്തിനും, ഇബാദത്തുകളായി പഠിപ്പിക്കുന്ന എല്ലാത്തിനും ഷർത്തുകളുണ്ട്. ഉംറക്കുണ്ട്, ഹജ്ജിനുണ്ട്, നിസ്കാരത്തിനുണ്ട്, നോമ്പിനുണ്ട്, സക്കാത്തിനുണ്ട്, എല്ലാത്തിനുമുണ്ട്. അപ്പോൾ ഈ ഷർത്തുകളൊന്നും ഖുർആനും ഹദീസും നേർക്ക് നേരെ പറയുന്ന ഷർത്തുകളല്ല. അഥവാ നിസ്കാരത്തിൻ്റെ ഷർത്ത് ഇത്ര എണ്ണമാണ്, ഉംറയുടെ ഷർത്ത് ഇത്ര എണ്ണമാണ് എന്ന് ഹദീസുകൾ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഈ ഇബാദത്തുകളൊക്കെ പൂർത്തിയാകണമെങ്കിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഘടകം അതാണല്ലോ ഷർത്ത്, ഉപാധി എന്നാണ് ശരിക്കും അതിന് നമ്മൾ മലയാളത്തിൽ പറയാം. ഈ ഉപാധികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇബാദത്ത് ശരിയാവുകയുള്ളൂ എന്നർത്ഥം. അപ്പൊ ആ നിലക്ക് ഷർത്തുകൾ ഹദീസിലൂടെ വന്നിട്ടുള്ള പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പൊ വുളു ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല എന്ന ഹദീസിൽ നിന്നാണ് ത്വഹാറത്ത് വേണം, വുളു വേണം എന്ന ഷർത്ത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഹദീസുകളിൽ നിന്ന് പിന്നെ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അപ്പം ഇപ്പൊ വളരെ പ്രബലമായ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്ത് പറയുമ്പോൾ 7 എണ്ണമാണ് പഠിപ്പിക്കാറുള്ളത്. എന്നാൽ നമ്മൾ ഈ കിതാബ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നത് 8 നിബന്ധനകളാണ്, ഷർത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ അന്തരം അല്ലെങ്കിൽ ഇത് തമ്മിൽ വൈരുദ്ധ്യമായ അഭിപ്രായങ്ങളല്ല. ഇപ്പോൾ ഇവിടെ തന്നെ സാധാരണ നിലയ്ക്ക് 7 ഷർത്തുകളാണ് പറയാറുള്ളത്. അതിൽ നിന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള 8ാമത് ഒന്നുകൂടെ കൂട്ടി 8 എണ്ണമാണ് ഈ ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലാത്ത പല പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8ാമത്തെ ഒന്ന് എന്താണ്? കുഫ്റാണ് അദ്ദേഹം പറയുന്ന 8ാമത്തെ ഒരു ഷർത്ത്. 7 എണ്ണം സാധാരണയായ ആളുകൾ പറയുന്നതിൽ നിന്ന് ഒന്ന് കൂട്ടി പറഞ്ഞത് ഏതാണ്? അത് കുഫ്റാണ്. അൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും നിഷേധിക്കണം എന്നതാണ് ഒരു അധികമായി ഷർത്തായി പറഞ്ഞത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അപ്പൊ പണ്ഡിതന്മാർ 6 എണ്ണം മാത്രം 7 എണ്ണം മാത്രം ഷർത്തുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവർ പറയും ഇഖ്ലാസിൽ തന്നെ ഉൾപ്പെട്ടതാണിത്. ഇഖ്ലാസോടുകൂടെയാണ് അള്ളാഹുവിനോട് തൗഹീദ് അംഗീകരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, അത് അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു അല്ലാത്ത എല്ലാവരെയും നിഷേധിക്കൽ ഓർഡറിൽ വന്നു. അപ്പൊ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല, പ്രയോഗങ്ങൾ, പ്രാമാണികമായ പ്രയോഗങ്ങളിലെ ഗൗരവം കണക്കിലെടുത്ത് അത് ഷർത്തായി തന്നെ പഠിപ്പിക്കണം എന്ന് ചില പണ്ഡിതന്മാർ പിന്നെ അഭിപ്രായപ്പെട്ടു. അങ്ങനെയുള്ള വളരെ പ്രയാസകരമല്ലാത്ത വൈജ്ഞാനികമായ അഭിപ്രായ വ്യത്യാസമാണ് 8 എന്നും 6 എന്നും 7 എന്നൊക്കെ പറയുന്നതിൽ എന്നത് നമ്മൾ ഉൾക്കൊള്ളണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഫൈസൽ മൗലവി എത്രയാണ് ഇവിടെ പറഞ്ഞത് എനിക്കറിയില്ല. അതിൽ ചെറിയ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് ചില ആളുകൾ സൂചിപ്പിച്ചതുകൊണ്ട് അതൊന്ന് പരാമർശിച്ചു എന്ന് മാത്രം. നമ്മൾ പറഞ്ഞത് 8 ഷർത്തുകൾ. അതിൽ 5 എണ്ണം നമ്മൾ ഓൾറെഡി ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അൽ ഇൽം അൽ മുനാഫി ലിൽ ജഹൽ, പിന്നെ അറിവുകേട്, അജ്ഞതയെ നിരാകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന, അതിനില്ലായ്മ ചെയ്യുന്ന അറിവ് തൗഹീദിന്റെ വിഷയത്തിൽ ഉണ്ടാകണം. ഒരാൾ അറിഞ്ഞുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കേണ്ടത്. അർത്ഥം അറിയണം, അതിന്റെ ആശയം അറിയണം, ആദർശം അറിയണം. രണ്ടാമത്തേത് യഖീൻ ഉണ്ടാകണം.
പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥത്തിൽ ദൃഢവിശ്വാസം ഉണ്ടാകണം, ഉറപ്പുണ്ടാകണം. അതെന്തിനെ നിരാകരിക്കണം? സംശയത്തെ നിരാകരിക്കണം. ഏത് വിഷയത്തിൽ? ദീനിന്റെ ഏതെങ്കിലും ഫുറൂഇയായ വിഷയങ്ങളിലല്ല, ദീനിന്റെ ഏതെങ്കിലും മസ്അലാപരമായ വിഷയങ്ങളിലല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലയിൽ ഒരാൾക്കൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. ഒരു സംശയവും ഇല്ലാത്ത വിധം യഖീൻ ഉണ്ടാകണം. മൂന്നാമത്തത് ഇഖ്ലാസ്, നിഷ്കളങ്കമായിരിക്കണം, കളങ്കം ഉണ്ടാകാൻ പാടില്ല. എന്തിനൊക്കെ വിപരീതമാണ് ഇഖ്ലാസ്? പണ്ഡിതന്മാർ പറഞ്ഞു നിഫാക്കിനും ഷിർക്കിനും വിപരീതമാണ്. ഷിർക്ക് ചെയ്തുകൊണ്ട് ഈ കളങ്കമില്ലാത്തത് എന്ന് പറഞ്ഞാൽ, തൗഹീദ് കളങ്കമില്ലാതെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കിൽ നിന്ന് മുക്തമാകണം. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുണ്ട് എന്നോ സമന്മാരുണ്ട് എന്നോ പറയാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം ഉദ്ദേശിച്ച് കൊടുക്കേണ്ടത് പങ്കാളികളെ ആഗ്രഹിക്കാനും പാടില്ല. അവിടെ നിഫാക്ക്, റിയാ കടന്നു വരും. റിയാവിന്റെയും നിഫാക്കിന്റെയും ഷിർക്കിന്റെയും ഒക്കെ എതിരായി വരുന്ന ഇഖ്ലാസ് ഒരാൾക്ക് ഉണ്ടാകണം. നാലാമത്തെ ഷർത്ത് അസ്ദിഖ്, സത്യസന്ധതയോടുകൂടെ ആയിരിക്കണം. പ്രലോഭനങ്ങൾ കൊണ്ടോ നിർബന്ധം കൊണ്ടോ ഒന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ പോരാ, സത്യസന്ധമായിരിക്കണം. ഒന്നും നേടാൻ വേണ്ടി ആകരുത്, സത്യസന്ധമായിട്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയും അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഇത്ര അഞ്ചാമത്തെ ഷർത്ത് മഹബ്ബത്ത്, സ്നേഹം. അള്ളാഹുവിനോടുള്ള സ്നേഹം, ദീനിനോടുള്ള സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും പ്രഖ്യാപിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് പ്രേരകമാകേണ്ടത്. അതിന് തടസ്സമാകുന്ന അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുബന്ധമായ കാര്യങ്ങൾ പുലർത്തുന്നതിന് അള്ളാഹു അല്ലാത്ത ഒരാളോടുള്ള സ്നേഹം നമുക്ക് തടസ്സമാകാനും പാടില്ല. ഇത്രയുമാണ് 5 ഷർത്തുകൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആറാമത്തെ ഷർത്ത് അൽ ഇൻഖിയാദ്, കീഴ്പ്പെടണം. സമ്പൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സാക്ഷാത്കരിക്കാനുള്ള നിർബന്ധമായ നിബന്ധനയാണ് അള്ളാഹുവിന് കീഴൊതുങ്ങണം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തെല്ലാം കൽപ്പിച്ചോ അതൊക്കെ സ്വീകരിക്കാൻ പാകത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ കീഴൊതുങ്ങണം. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ വ ഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ. അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ മുഖങ്ങൾ കീഴ്പ്പെടുത്തുകയും അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മുഹ്സിനായിക്കൊണ്ട് മടങ്ങുകയും ചെയ്യുന്നവർ അവരാണ് ശക്തിയുള്ള ബലമുള്ള പാർശ്വം പിടിച്ചിട്ടുള്ളത് എന്ന് സൂറത്തുൽ ലുഖ്മാനിലെ ആയത്താണ് തെളിവായി പറയാറുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ നിസ്കാരത്തിന്റെ സമയത്തും ഇത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥനയിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ എത്രയോ തവണ നമ്മളത് കേട്ടിട്ടുണ്ട്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, താങ്കൾ കീഴൊതുങ്ങണം. അപ്പോൾ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഇതാ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ കീഴൊതുങ്ങിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. സന്ദേഹങ്ങളില്ല. അല്ലെങ്കിൽ കീഴൊതുങ്ങാൻ വേണ്ടിയുള്ള പ്രഖ്യാപനത്തിന്റെ ആവശ്യപ്പെടലിന്റെ കൽപ്പനയുടെ മുന്നിൽ മറ്റു ആവശ്യങ്ങളില്ല, അല്ലെങ്കിൽ തടസ്സങ്ങളില്ല. അള്ളാഹുവിന്റെ മുന്നിൽ പരിപൂർണമായും കീഴൊതുങ്ങിക്കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കേണ്ടത്. അതാണ് 7ാമത്തെ ഷർത്തായി പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുക. ഇനി 8ാമത്തെ ഷർത്ത് നമ്മൾ നേരത്തെ 7ാമത്തെ 5 പറഞ്ഞു, 6, 7 പറഞ്ഞു. ഇനി അൽ ഖബൂൽ, അതാണ് മറ്റൊരു ഷർത്ത്. അൽ ഖബൂൽ, സ്വീകരിക്കണം. അൽ മുനാഫി ലിർ റദ്ദ്, തള്ളിക്കളയാൻ പാടില്ലാത്ത വിധം എന്ത് തൗഹീദിന്റെ അനുബന്ധമായ കാര്യങ്ങളും അത് സ്വീകരിക്കണം. അള്ളാഹു പറഞ്ഞൊരു കാര്യം അത് സ്വീകരിക്കണം. അത് സ്വീകരിക്കൽ നിർബന്ധമായ ബാധ്യതയാണ്. കലിമത്തു തൗഹീദ്, അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് മുശ്രിക്കീങ്ങളുടെ മനോഭാവത്തെക്കുറിച്ച്, അവരുടെ പ്രതികരണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. മുശ്രിക്കുകൾ, സത്യനിഷേധികൾ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അവർ കിബിർ നടിച്ച് അഹങ്കാരികളായി അത് കേൾക്കാതെ, അത് അംഗീകരിക്കാതെ, അതിന് വഴിപ്പെടാതെ, അതിന് കീഴൊതുങ്ങി കൊടുക്കാതെ അവർ അഹങ്കാരികളായിക്കൊണ്ട് തിരിയും. എന്നിട്ട് അവർ പറയുന്ന മറുപടിയാണ് വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹതന ലിശാഇരിൻ മജ്നൂൻ. ഞങ്ങൾ നിങ്ങൾ ഈ പറയുന്ന, അല്ലെങ്കിൽ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ നടത്തുന്ന പരിചയപ്പെടുത്തലാണ് ഷായിറുൻ മജ്നൂൻ എന്നൊക്കെ പറയുന്നത്. ഭ്രാന്തനാണ്, അല്ലെങ്കിൽ ഒരു കവിയാണ്, അല്ലെങ്കിൽ സാഹിറാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. ഇത് തിരിച്ചു പറഞ്ഞുകൊണ്ട് അവർ പറയുമെന്നാണ്, ഈ കവിത പാടുന്ന, കേവലം കവിത പാടുന്ന, അല്ലെങ്കിൽ ഭ്രാന്ത് മൂലം എന്തൊക്കെയോ സമനില തെറ്റി വിളിച്ചു പറയുന്ന മുഹമ്മദ് പറഞ്ഞതിന്റെ പേരിൽ ഇന്നാ ലതാരികു ആലിഹതന, ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ഒക്കെ അംഗീകരിച്ച് വിശ്വസിച്ച് വരുന്ന ഞങ്ങളുടെ ആരാധ്യന്മാരെ മുഴുവൻ ഒഴിവാക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ അവരതിന് സന്നദ്ധരായിരുന്നില്ല.
ഇപ്പൊ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ എന്തെല്ലാം ഒഴിവാക്കേണ്ടതുണ്ടോ അത് ഒഴിവാക്കാൻ സന്നദ്ധരായിരിക്കണം. തള്ളിക്കളയേണ്ട കാര്യങ്ങളുള്ളൂ അത് തള്ളിക്കളയണം. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണം. അത് നിർബന്ധമാണ്. അപ്പൊ ഒരാൾ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ അവന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ അവൻ തയ്യാറാകണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ തയ്യാറാകണം. അവന് നിരോധനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ഇങ്ങനെയാണ് അൽ ഖബൂൽ, സ്വീകരിക്കാൻ തയ്യാറാകണം. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹും അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അനുബന്ധമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും സ്വീകരിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. തള്ളിക്കളയാൻ പാടില്ല. നിഷേധാത്മകമായ സമീപനം പ്രമാണങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളോട് ഉണ്ടാകാൻ പാടില്ല. പിന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് എക്സ്ട്രാ ആയിട്ട് പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തിയത് അത് കുഫറാണ്. അതിനി പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 റുക്നുകളാണ് എന്ന് പറഞ്ഞു. ഒന്നാമത്തേത് നഫിയാണ്. ആ നഫി എന്താണ്? കുഫറാണ്. എന്ത് കുഫർ? അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ ആരാധനാ മൂർത്തികളോടും നിഷേധാത്മകമായ സമീപനാണ്. അവർക്കൊന്നും അതിനുള്ള അർഹതയില്ല. അതാണ് കുഫർ. നിഷേധിക്കുകയാണ്. എന്ത് നിഷേധിക്കാണ്? അവർക്ക് ആരാധിക്കപ്പെടാനുള്ള അർഹതയുണ്ട് എന്ന വാദത്തെയും അങ്ങനെ ഒരു സാധ്യതയെ തന്നെ എന്താക്കുകയാണ്? നിഷേധിക്കുകയാണ്. അൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളെയും നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരിൽ അമ്പിയാക്കളുണ്ട്, അതുപോലെ ഔലിയാക്കളുണ്ട്, അതുപോലെ പിന്നെ മലക്കുകളുണ്ട്. ഇവരൊക്കെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ആരാധിക്കപ്പെടാനുള്ള അവരുടെ അവകാശത്തെ നിഷേധിക്കും. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ബദരീങ്ങൾക്ക് ശ്രേഷ്ഠതയില്ലേ? ഉണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് ചോദിച്ചു, സ്വഹാബികളുടെ കൂട്ടത്തിൽ ആർക്കാണ് ശ്രേഷ്ഠരായവർ ആരാണ്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവരാണ് ശ്രേഷ്ഠർ. അവൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും പറഞ്ഞു, അതെ, മലക്കുകളുടെ കൂട്ടത്തിലും അങ്ങനെ തന്നെയാണ്, ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് ശ്രേഷ്ഠർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്നുണ്ട്, ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇഫ്അലു മാ ശിഅ്തും ഖദ് ഗഫർതു പിന്നെ ഖദ് ഗഫറല്ലാഹു ലക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചോളൂ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പറയപ്പെട്ടിട്ടുള്ള വിഭാഗം ആളുകളാണ് ബദരീങ്ങൾ, ബദരിൽ പങ്കെടുത്ത സ്വഹാബികൾ. അവർക്ക് ശ്രേഷ്ഠതയില്ലേ? ഉണ്ട്, ഒട്ടനേകം ശ്രേഷ്ഠതകളുണ്ട്. പക്ഷെ അവരുടെ ശ്രേഷ്ഠതയല്ല, അല്ലെങ്കിൽ അവർക്കുള്ള പവിത്രതയെയോ അവർക്ക് ദീനുള്ള സ്ഥാനത്തെയോ ഒന്നുമല്ല നമ്മൾ നിഷേധിക്കുക. അവർക്ക് ആ ശ്രേഷ്ഠതയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ആരാധ്യരാകാൻ അവർക്ക് എന്നല്ല ആർക്കും അർഹതയില്ല. അതാണ് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരാധനാ മൂർത്തികളെ നിഷേധിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അവർക്ക് ആരാധിക്കപ്പെടാനുള്ള അർഹതയില്ല. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഖാലിഖും മാലിക്കും മുദബ്ബിറുമായ അള്ളാഹുവിന് മാത്രമാണ് ആരാധിക്കപ്പെടാനുള്ള അർഹതയുള്ളത്. അതാണ് അൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചു, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിന്റെയും ആരാധിക്കപ്പെടാനുള്ള സാധ്യതയെ നിഷേധിക്കാതെ ഒരാൾക്ക് തൗഹീദ് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അത് ഒട്ടനേകം ആയത്തുകൾ നമ്മൾ പറയുകയും ചെയ്തു. പിന്നെ സൂറത്തുൽ ബഖറ നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ്. ആരാണോ ത്വാഗൂത്തുകളെ നിഷേധിക്കുന്നത്, അതാരാണ് ത്വാഗൂത്തുകൾ? ഹദീസ് പണ്ട് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലു മാ യുഅ്ബദു മിൻ ദൂനില്ലാഹി വഹുവ റാദിൻ. തൃപ്തിയോടുകൂടെ ആരാധിക്കപ്പെടുന്ന, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും ത്വാഗൂത്തുകളാണ്. അവരുടെ ആരാധിക്കപ്പെടാനുള്ള സാഹചര്യത്തെ തന്നെ നിഷേധിക്കുകയും വയുമിൻ ബില്ലാഹി, എന്നിട്ട് അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവരാണ് ബലമുള്ള പാർശ്വത്തിൽ പിടിച്ചിട്ടുള്ളത് എന്ന ഖുർആന്റെ ആയത്താണ് ഈ ഷർത്ത് പഠിപ്പിക്കാനുള്ള പിന്നെ തെളിവായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ 8 ഷർത്തുകളുണ്ട്. ഈ 8 നമ്മൾ ഒന്നുകൂടെ ഈ ക്ലാസ്സിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇത് നമ്മൾ വീണ്ടും ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരാൾ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നതുകൊണ്ട് അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാവുകയില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ കേവലം നാവ് കൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, പക്ഷെ എന്തിനാണ്? ഇതിലുള്ള ഏതെങ്കിലും ഒരു ഷർത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. അതെന്താ? ഒന്ന്, അയാളെ പറയുന്നതിൽ അയാൾക്ക് സത്യസന്ധതയില്ല. എന്താ സത്യസന്ധത ഇല്ലാതിരിക്കാനുള്ള കാരണം? അയാള് പിന്നെ സിദ്ഖ് എന്ന് നമ്മളൊരു ഷർത്ത് പറഞ്ഞല്ലോ, സത്യസന്ധതയോടുകൂടെ പറയണം. അയാൾ പറയുന്നത് സത്യസന്ധമല്ല, കാരണം അയാൾക്ക് അപ്പോഴും അത് അങ്ങനെ അംഗീകരിക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. ഒരു കുടുംബത്തിന്റെ പിന്നെ നിർബന്ധ ബുദ്ധി കൊണ്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ മുസ്ലിം ആയാൽ കിട്ടിയേക്കാവുന്ന എന്തെങ്കിലും ഭൗതിക ലാഭത്തിന്റെ വിഷയത്തിൽ പറഞ്ഞതാണ്, സത്യസന്ധമല്ലാതെയാണ് പറഞ്ഞത്. സ്വാഭാവികമായും അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയല്ല. സത്യസന്ധതയോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. ഇനി മറ്റൊരു ഷർത്തായ ഇഖ്ലാസ്, അതൊരാളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹത എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പ്രഖ്യാപിച്ചു. അതേസമയം അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട പലതും
ഇബാദത്തുകളായ പലതും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നു. എന്താ? അള്ളാഹിനെ പേടിക്കുന്നത് പോലെ മറ്റൊരാളെ പേടിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റൊരാളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇസ്തിഗാസ നടത്തും, നേർച്ച ചെയ്യുന്നു, അവർക്ക് വേണ്ടി ബലിയറുക്കുന്നു. ഇങ്ങനെയൊക്കെ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മറ്റു പലതും അള്ളാഹു അല്ലാത്തവരോടും പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ, അയാളിൽ നിന്ന് ഇഖ്ലാസ് എന്ന് പറയുന്ന ഷർത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അയാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയല്ല, ബാത്തിലാണ് അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നർത്ഥം. അപ്പൊ ഈ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഷർത്തുകൾ അതുകൂടെ പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒട്ടനേകം ഫദ്ലുകളുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടേതാണോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെ അസംഖ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠതകളുണ്ട്. ഇതൊക്കെ ആർക്കാണ് കിട്ടുക? ഈ ഷർത്തുകൾ മുഴുവൻ പാലിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവർക്കാണ് ഈ പറയുന്ന ശ്രേഷ്ഠതകളൊക്കെ കിട്ടുക എന്ന് പറയാനാണ് ഇത് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ വന്നത്, വീണ്ടും മടങ്ങിപ്പോയാൽ നമ്മൾ വന്നത് അടിസ്ഥാനപരമായ പാഠങ്ങൾ ഏറ്റവും ആദ്യം അർക്കാനുൽ ഇസ്ലാം 5 കാര്യങ്ങളാണ്. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചത്. ഇനി ഈ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട്. അതെന്താണ്? മുഹമ്മദുൻ റസൂലുള്ളാഹ്. ശൈഖ് പറയാണ്, മാ ബയാനി ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ മുഖ്തളാഹ. ഇനി ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് പഠിക്കണം. ഒരു സാധാരണക്കാരൻ ഇതൊക്കെ പഠിക്കണം, അതൊക്കെ മനസ്സിലാക്കണം. ഇനി എന്താ വേണ്ടത്? മാ ബയാനി ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ മുഖ്തളാഹ. ഇനി മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചതുപോലെ അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടതുപോലെ ഷഹാദത്ത് അങ്ങനെ നാവുകൊണ്ട് പ്രഖ്യാപിച്ചാൽ മതിയോ? അതിനെ പരിഭാഷ കാണാപ്പാടം പഠിച്ചാൽ മതിയോ? പോരാ. ബയാനി ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്തിന്റെ വിശദീകരണം എന്താണ്? അതിന്റെ അടിസ്ഥാനപരമായ ആശയം എന്താണ്? ആദർശം എന്താണ് എന്നത് പഠിക്കണം. വ മുഖ്തളാഹ, അതിന്റെ തേട്ടങ്ങൾ. അങ്ങനെ ഒരാൾ പ്രഖ്യാപിച്ചാൽ അയാൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊരാൾ മനസ്സിലാക്കണം. എന്നൊരു ശൈഖ് പഠിപ്പിക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒരാൾ ലാ ഇലാഹ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നീട് അതിന്റെ തേട്ടം എന്ന നിലക്ക്, അതിന്റെ ഉദ്ദേശ പൂർത്തീകരണം എന്ന നിലക്ക് ഒരാളിൽ ഉണ്ടാകേണ്ട 4 കാര്യങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ വിശദീകരിച്ചു പോകുമ്പോൾ പറയാം. അപ്പം ഷഹാദത്തിന് 2 പാർട്ടുണ്ട്. ഒന്ന് തൗഹീദാണ്, രണ്ടാമത്തത് റിസാലത്താണ്. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രബോധന വിഷയം. ഒന്ന് തൗഹീദാണ്, രണ്ടാമത്തേത് റിസാലത്താണ്. ഒരാള്, ഇത് റുക്നുകളാണല്ലോ നമ്മൾ പറഞ്ഞത്, ഷഹാദത്തിന്റെ 2 റുക്നുകളാണ്. ഒന്ന് തൗഹീദും മറ്റൊന്ന് റിസാലത്തും. ഇത് രണ്ടും അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഒരാളുടെ ഷഹാദത്ത് പൂർത്തിയാവുക. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നൊരാൾ നിഷേധിക്കാമെന്ന് വിചാരിക്കുക. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ റിസാലത്ത് ഒരാൾ തള്ളിക്കളയുന്നു, അത് അംഗീകരിക്കുന്നില്ല. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് അൽ ഖുറശി എന്ന് എല്ലാവരും അറിയപ്പെട്ടിട്ടുള്ള, ജനനവും മരണവും ജീവിതവും ഒക്കെ ക്ലിപ്തപ്പെടുത്തപ്പെട്ടിട്ടുള്ള, രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമുള്ള വ്യക്തി, അദ്ദേഹം ലോകത്തെ സൃഷ്ടിച്ച റബ്ബ് വഹി നൽകിയിട്ടുള്ള പ്രവാചകനാണ് എന്ന് വിശ്വസിക്കാതെ ഒരാളുടെ ഷഹാദത്ത് പൂർത്തിയാവുകയില്ല. നേരെ തിരിച്ചും ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് പിന്നെ നമുക്ക് അങ്ങനൊരു വിചാരം തന്നെ ഉണ്ടാകുന്നില്ല. അത് നമുക്ക് സങ്കല്പിക്കാൻ തന്നെ കഴിയില്ല. കാരണം അങ്ങനെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രവാചകർ വിശ്വസിക്കുകയും അള്ളാഹുവിനെ തള്ളുകയും ചെയ്യുന്നത് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ നേരെ തിരിച്ചൊരുപാട് ആളുകളുണ്ട്, രണ്ടും ഒരേപോലെയാണ്. ഒരാളെ ആലോചിക്കുക, ഒരാൾ പ്രവാചകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കും, അള്ളാഹുവിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ എത്രമാത്രം വിഡ്ഢിത്തമാണോ പറയുന്നത് അത്ര തന്നെ വിഡ്ഢിത്തമാണ്. ഒരാൾ തൗഹീദ് പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആണ്, മുഹമ്മദ് റസൂലുള്ളാഹിൽ പിഴവ് വന്നാൽ, വ്യതിചലനം വന്നാൽ രണ്ടും ഒരേപോലെ തന്നെയാണ്, രണ്ടോടും കാര്യമില്ല എന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പോ പ്രവാചക നിയോഗത്തിന്റെ അടിസ്ഥാനപരമായ 4 യുക്തികളാണ്. അടിസ്ഥാനപരമായി എന്തിന് പ്രവാചകൻ അയക്കപ്പെട്ടു എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനപരമായ ഉത്തരം അനുസരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു. റിസാലത്തിന്റെ അടിസ്ഥാനപരമായ യുക്തി എന്താണ്? അത് അനുസരണമാണ്. അള്ളാഹു പറയാണ്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടല്ലാതെ? ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ അദ്ദേഹം അനുസരിക്കപ്പെടാനല്ലാതെ അയച്ചിട്ടില്ല. നാം ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല എന്ന്.
അപ്പൊ റിസാലത്തിന്റെ അടിസ്ഥാന യുക്തി എന്താന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റിസാലത്തിന്റെ അടിസ്ഥാനപരമായ തേട്ടം എന്താന്ന് ചോദിച്ചാൽ അനുസരണമാണ്. മുത്തുലക്കൻ അനുസരണം, നിരുപാധികം അനുസരണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികം അനുസരിക്കാനാണ് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുള്ളത്. ഇനി ആ റിസാലത്ത് ഒരാൾ പ്രഖ്യാപിച്ചാൽ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം 4 കാര്യങ്ങളാണ് പൂർത്തി. അതോട് നമ്മൾ ഒന്നിച്ചതിന് കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതോടൊപ്പം അടിസ്ഥാനപരമായ കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുർ റസൂലാണെന്നുള്ളത്, അന്ത്യപ്രവാചകനാണെന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്തിന്റെ തന്നെ ഭാഗമായ കാര്യമാണ്. അത് ഒരാൾ വയലേറ്റ് ചെയ്താൽ, ഒരാൾ പറയാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ മുസ്ലിം അല്ല. അതും ഇസ്ലാമിലെ എല്ലാ വിഭാഗങ്ങളും ഏകകണ്ഠമായി പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. പിന്നെ അയാൾ മുസ്ലിം അല്ല. ഏതുപോലെ ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലിയ ആളാണെന്ന് പറഞ്ഞു, റേഷൻ കാർഡിലൊക്കെ അയാൾ മുസ്ലിം ആണെന്ന് പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അയാൾ പറയാണ് അള്ളാഹിനെ പോലെ മറ്റൊരു അള്ളാഹും കൂടി ഉണ്ടെന്ന് പറഞ്ഞാലോ അയാൾ പിന്നെ മുസ്ലിം എന്നല്ല. അയാളോടൊന്നും സലാം പറയാൻ പാടില്ല, അയാളെ പിന്നിൽ നിന്ന് നമുക്ക് നിസ്കരിക്കാൻ പാടില്ല, അയാളുടെ അനന്തരാവകാശം എടുക്കാൻ പാടില്ല. ഇങ്ങനെ അമുസ്ലിമായി തന്നെ പിന്നെ അയാളെ പരിഗണിക്കാൻ പറ്റുള്ളൂ. മുസ്ലിങ്ങളുടെ പൊതു ശ്മശാനത്തിൽ അയാളെ കബറടക്കാൻ പാടില്ല. എന്നതുപോലെ തന്നെയാണ് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് പറഞ്ഞാലോ, വരുമെന്ന് പറഞ്ഞാലോ, ഉണ്ടാകാമെന്ന് വിശ്വസിച്ചാലോ അയാളുടെ ഷഹാദത്ത് ശരിയല്ല. ഷഹാദത്തെ ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? അയാൾ മുസ്ലിം അല്ല. അയാളോട് സലാം പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ഒരാൾ നമ്മൾ സലാം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മടക്കുക? അങ്ങനെ മാത്രമേ മടക്കാൻ പറ്റുള്ളൂ. വിവാഹബന്ധം ഉണ്ടാക്കാൻ പാടില്ല, മുസ്ലിങ്ങളുടെ പൊതു ശ്മശാനത്തിൽ കബറടക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ വിഭാഗം ആളുകളുണ്ട്, അഹമ്മദിയ വിഭാഗം എന്ന് പറയുന്നവർ. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ചില ആളുകളോടൊക്കെ അതിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് അവരമ്മളോട് ഇങ്ങനെ പറഞ്ഞു. ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാ ആദ്യം തന്നെ പ്രവാചകന് ശേഷം ഒരു നബി ഉണ്ടെന്ന് പറയൂല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിമും ഒരു പറയുന്നത് കേൾക്കാൻ തന്നെ നിൽക്കൂല. അപ്പം ശുഭഹത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ആദ്യം അവതരിപ്പിക്കുകയാണ് ചെയ്യാം. ഇങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, അത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. അന്ത്യദിനത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ, നമ്മൾ നോക്കുമ്പോൾ ശരിയാണല്ലോ. അപ്പൊ നിങ്ങൾ ഫുൾ ആദർശം വരുന്ന പറഞ്ഞാൽ പറയില്ല, അത് പറയാനായിട്ടില്ല, കുറച്ച് പഠിക്കാൻ പറ്റുള്ളൂ, കുറച്ചേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ നമ്മളോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ നമ്മളങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് അവസാനമാണ് ഇത് അവതരിപ്പിക്കുക. അപ്പോഴേക്കും നമ്മൾ നന്നായി ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്നർത്ഥം. അപ്പൊ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒന്നാണ് ഇസ്ലാമിലെ അഹ്ലുൽ കിബ്ല എന്ന് നമ്മൾ പറയും. അഹ്ലുൽ കിബ്ല, ഇസ്ലാം കിബ്ലക്ക് നേരെ തിരിഞ്ഞു നിസ്കരിക്കുന്ന എല്ലാവരെയും അവരെന്തൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും അവരെ ഇല്ലത്തായി കണക്കൂട്ടും, ഉമ്മത്തായി കണക്കൂട്ടും. എന്നാൽ അങ്ങനെ പോലും കണക്ക് കൂട്ടാതെ ലോക മുസ്ലിങ്ങൾ ഒന്നാകെ മാറ്റി നിർത്തുന്ന വിഭാഗം ആളുകളാണ് പ്രവാചകന് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആ പട്ടികയിലാണ് ചെന്ന് വിടുക. എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ ചോദിക്കുക, അള്ളാഹുവിനെ പോലെ ആരാധിക്കുന്ന മറ്റു ആളുകൾ ഇല്ലേ, അവരൊക്കെ നമ്മൾ അപ്പുറത്തിൽ പെടുത്തുമെന്ന് വെച്ചാൽ ഇല്ല. കാരണം അവർ അള്ളാഹു അല്ലാത്ത മറ്റൊരു അള്ളാഹു ഉണ്ട് എന്ന് വാദിച്ചിട്ടില്ല. അങ്ങനെ വാദിച്ചാൽ പിന്നെ സ്ഥാനമില്ല. അള്ളാഹു ഒന്നേ ഉള്ളൂ എന്ന് പറയുകയും അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ അവരവരുടെ ജീവിതത്തിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതവരുടെ തെറ്റിദ്ധാരണയാണ്, മനസ്സിലാക്കാത്ത പ്രശ്നമാണ്. അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങളും പല എഴുതുകളും അല്ലെങ്കിൽ പല വിഷയത്തിലുള്ള കരുതലുകളും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ പറയാനെന്ത്, അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാലോ ഓനെ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മൊയ്തീൻ ശേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ പോലെയല്ല, അള്ളാഹിനെ പോലെ മറ്റൊരു അള്ളുണ്ട്, ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത്ര വലിയ ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു പ്രവാചകൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഷഹാദത്ത് എന്തല്ല, സ്വീകാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്താണ് ഇവിടെ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മുഖ്തലാഹ, ഒരാള് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചാൽ അതിന്റെ തേട്ടം അത് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും പുലർത്താൻ. അത് 4 കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, തസ്ദീഖുഹു ഫീമാ അഖ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സത്യപ്പെടുത്തണം. വതഅതുഹു ഫീമാ അമർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കണം. വജ്തിനാബു മാ നഹാ വസജർ, പ്രവാചകൻ വിരോധിച്ച അല്ലെങ്കിൽ താക്കീത് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. 4-മത്തേത് ഇബാദത്തുകൾ എങ്ങനെ ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യണം. ഇങ്ങനെ 4 ബാധ്യതകളാണ് ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചാൽ
അയാളുടെ മേലുള്ള ബാധ്യതകൾ 4ആണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. അത് പല കാര്യങ്ങളുണ്ടാകാം. എല്ലാം നമുക്ക് അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളും എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വഹി കൊണ്ട് പറയുന്ന ഒരു സംഗതിയും നമ്മുടെ ബുദ്ധിയും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാക്കലും യോജിച്ചു വരണം എന്ന് നിർബന്ധം പിടിച്ചാൽ അത് അള്ളാഹുവിന് നമ്മൾ ചോദ്യം ചെയ്യുന്നതിന്റെ തന്നെ അത്ര തന്നെ തുല്യമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മരം എന്നോട് സംസാരിച്ചു. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മരം എന്നോട് സംസാരിച്ചു. അപ്പൊ സ്വഹാബികൾ ഭയങ്കര ആശ്ചര്യത്തിൽ ചോദിച്ചു, ആ തതകല്ലമു ശജറ, മരം സംസാരിക്കേ പ്രവാചകരെ? മറ്റൊരു സമയത്ത് പറഞ്ഞത് ബക്കറത്താണ്, പിന്നെ പശു എന്നോട് സംസാരിച്ചു. പശു അതിന്റെ മേല് ഭാരം ചുമന്നുകൊണ്ട്, പിന്നെ അതിന്റെ കർഷകൻ അതിന്റെ മേല് ഭാരം ചുമപ്പിച്ചപ്പോ ഈ പശു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് കലപ്പ കയറ്റാനും ഭൂമി ഉഴുതു മറിക്കാനും ഒക്കെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഭാരം എന്റെ മേൽ വെക്കുന്നത് എനിക്ക് അതിനല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവെച്ചു. അപ്പൊ ഈ പശു അതിന്റെ സങ്കടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇരിക്കുന്ന സദസ്സിൽ പങ്കുവെച്ചു. അപ്പൊ അത്തതകല്ലമുൽ ബഖറ, പ്രവാചകരെ പശു സംസാരിക്കുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആമൻതു അന വ അബൂബക്കർ വ ഉമർ, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അബൂബക്കർ വിശ്വസിച്ചിട്ടുണ്ട്, ഉമറും വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. പക്ഷെ അതിലെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സദസ്സിൽ അബൂബക്കർ സിദ്ദീഖും ഉമറും റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും ഇല്ല. ഇവരുടെ അസാന്നിധ്യത്തിലാണ് നബി പറയുന്നത് എന്ത്, അബൂബക്കർ ഉമറും ഇത് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് മുഅ്മിന്റെ സ്റ്റാൻഡ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നേരെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും നമ്മൾ വിശ്വസിക്കും. അല്ലെ, നോക്കൂ, നമ്മുടെ ബുദ്ധി കൊണ്ട് യോജിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയത് പിന്നെ അത് മുഴുവനും അത്ഭുതകരമായ യാത്രയിലാണ്. നമ്മളത് വിശ്വസിക്കുന്നില്ലേ? ഉണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. വലിയ വലിയ അത്ഭുതങ്ങളായ കാര്യങ്ങൾ നബി പറഞ്ഞു എന്ന കാര്യം കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ചെറിയ ചെറിയ താരതമ്യം അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ചെറിയ കാര്യങ്ങൾ അതിന്റെ പേരിൽ സമൂഹം എങ്ങനെ വഴക്കുകൂടുക, സംഭവിക്കുമോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്കുകൂടുക. നോക്കൂ, ഇപ്പോഴത്തെ കാലഘട്ടത്തെ പിന്നെ വിലയിരുത്തുന്ന ഒരു മനുഷ്യന് തന്നെ അതൊരു മുസ്ലിം പോലും ആകണ്ട, അക്കാദമിക്കലി പഠിച്ചാൽ തന്നെ അതിലൊരു സംശയം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സാഅതു ഹത്താ തതകാറബ സമാൻ, അന്ത്യദിനം സംഭവിക്കുകയില്ല കാലഘട്ടം അടുക്കുന്നത് വരെ, ചുരുങ്ങുന്നത് വരെ. ഇതെങ്ങനെ കാലഘട്ടം ചുരുങ്ങുന്നത്? അന്ന് 24 മണിക്കൂറാണ് ഒരു ദിവസം, ഇന്നും 24 മണിക്കൂറാണ്. മാസത്തിന് അന്നും 30 തന്നെയാണ്, ഇന്നും 30 തന്നെയാണ്, അതിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷെ കാലഘട്ടം ചുരുങ്ങുമെന്ന് പറഞ്ഞു, അത് നമ്മൾ അനുഭവിക്കണില്ലേ? ഇപ്പൊ ഈ അടുത്ത് പിന്നെ ഇന്നിപ്പോ ഒരു പോസ്റ്റ് കണ്ടു, അടുത്ത കൊല്ലം അടുത്ത വേൾഡ് കപ്പ് വരാണ്. അടുത്ത കൊല്ലം വേൾഡ് കപ്പ് വരാൻ സാധാരണ 4 കൊല്ലം 5 കൊല്ലം കൂടുമ്പോഴാണല്ലോ വേൾഡ് കപ്പ് വരാം. ഇത് ഖത്തറിൽ ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞത് വരെ നമുക്ക് ഓർമ്മയുണ്ട്. അത് നടന്നു കഴിഞ്ഞിട്ട് ഇന്നലെ നടന്നതുപോലെയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. ഇനിയിപ്പോ അടുത്ത കൊല്ലം അടുത്ത വേൾഡ് കപ്പ് വരാണെന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് സമയം ഇങ്ങനെ പിന്നെ മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മൾ അനുഭവിക്കണം. അതിന് പല ഘടകങ്ങളും ഉണ്ട്. അതിന് ടെക്നോളജി അതിന്റെ ഭാഗമാണ്, പല കാര്യങ്ങളും അതിനുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സംഭവിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു അധ്യായത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇത്തരം പിന്നെ പ്രവചനങ്ങൾ നമുക്ക് പുലർന്നു വരുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഏതോ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ നമ്മളിങ്ങനെ തല്ലൂടാണ്. അല്ല, നബി അങ്ങനെ പറയൂല, അത് ശാസ്ത്രത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകുന്ന യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ദൗർബല്യം കൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ബാധ്യത എന്താണ്? തസ്ദീഖുഹു ഫീമാ അഖ്ബർ, പ്രവാചകൻ അറിയിച്ച കാര്യങ്ങൾ, അത് കഴിഞ്ഞു പോയതുണ്ടാകാം, വരാനുള്ളതുണ്ടാകാം, രണ്ടും അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കും. കഴിഞ്ഞു പോയ പല കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പിന്നെ തൊട്ടിലിൽ നിന്ന് സംസാരിച്ച കുട്ടിയുടെ കഥ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളത് വിശ്വസിക്കും. എന്താ നബി പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കും. ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദജ്ജാൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളത് വിശ്വസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കും. രണ്ടാമത്തത്, കൽപ്പിച്ചവ എല്ലാം അനുസരിക്കണം. ത്വാഅതുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കണം. അപ്പൊ ഇതിന് രണ്ടിലും പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായ കാര്യം, ഇപ്പൊ കൽപ്പിച്ചത് നമ്മൾ അനുസരിക്കണം എന്ന് നമ്മൾ പൂർണ്ണമായും അത് അനുസരിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എന്നാൽ എല്ലാവർക്കും ഒരേ അളവിൽ ഇതിന് കഴിയോ? അതില്ല, അത് സ്വാഭാവികമാണ്. ഈമാനിന്റെ ഏറ്റക്കുറവിനനുസരിച്ച് എല്ലാവർക്കും പുലർത്താൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കഴിയില്ല എന്നതുകൊണ്ട് ഒരാൾ ഇത് നിഷേധിക്കുന്നത്, ഒരാൾ ഇതിന്റെ വലയത്തിന് പുറത്താകൂല. എന്നാൽ ഒരാള് പറയാ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച എല്ലൊന്നും അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചിലതൊക്കെ ടെസ്റ്റിംഗ് നടത്തി നമുക്ക് നല്ലതാണോ എന്ന് നോക്കി അങ്ങനെയൊക്കെ ചെയ്യാം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ
പിന്നെ അത് കൽപ്പനയാണ്, നിർബന്ധ കൽപ്പനയല്ല, അത് പിന്നെ തത്വയായ പിന്നെ ഐച്ഛികമായ കാര്യമാണ്. സുബഹി നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പിന്നെ ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലി ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മളത് ഗവേഷണം നടത്തി എന്ത് പറയാ, അത് അങ്ങനെയൊക്കെ പറഞ്ഞ മുസ്ലിങ്ങളെല്ലാവരും പള്ളിയിൽ ഇരുന്ന പിന്നെ ആരാ പുറത്തുണ്ടാകുക, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് കൂട്ടിയിട്ട് എന്താക്കുക, അതിന്റെ സാധ്യതയെ നിഷേധിക്കുക, അല്ലെങ്കിൽ അത് അപ്പൊ അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ നമ്മൾ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുക. കൽപ്പനകൾ പലവിധമുണ്ട്, ഐച്ഛികമായതുണ്ട്, നിർബന്ധമായതുണ്ട്. നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നിർബന്ധമായി അത് ചെയ്യുന്ന വേണം, അല്ലെങ്കിൽ അവർക്ക് കുറ്റം കിട്ടും. ഐച്ഛികമായി പറഞ്ഞതാണെങ്കിൽ ചെയ്താൽ കൂലി കിട്ടും, അതിന് വമ്പിച്ച പ്രതിഫലം ഉണ്ട് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാനാണ് നമ്മൾ എപ്പോൾ ശ്രമിക്കേണ്ടത്. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിൽ നിന്ന് ഉപേക്ഷ വന്നു പോയാൽ അത്തരം കാര്യങ്ങൾ പുറത്തു തരാൻ വേണ്ടിയാണ് നമ്മൾ തേടേണ്ടത്. അത് നേരെ മറിച്ച് ഒരാൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കാര്യവും അങ്ങനെ അനുസരിക്കേണ്ടതില്ല. ഭൗതികപരമായി നമുക്ക് നേട്ടമുണ്ടെങ്കിലൊക്കെ നമുക്ക് അനുസരിക്കാം, പുതിയ കാലത്തിനനുസരിച്ച് നമ്മൾ അതിങ്ങനെ റീഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഷഹാദത്തിലെ ബാത്തിലാക്കി കളയുന്നത്, അപൂർണമാക്കി കളയുന്ന ഒന്നാണെന്ന് അർത്ഥം. മൂന്നാമത്തത് ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ, സജർ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രവാചകൻ നമ്മളോട് മാറ്റി നിർത്താൻ പറഞ്ഞ മോശമാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികൾ സ്വഹാബികൾ പ്രവാചകൻ കൽപ്പിച്ചത് ചെയ്യാനും പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ വെടിയാനും കാണിച്ച സൂക്ഷ്മത, അത് നമുക്ക് എപ്പോഴും ഒരു പ്രചോദനമാണ്, അല്ലേ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഒരാൾ ചോദിക്കാണ്, പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ് ദാമ്പത്യ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് ഇടയ്ക്ക് പരിചയമുള്ള ആരോ ഒന്ന് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾക്കിടയിൽ അൽ ഉഖുവത്തു ഫിർ റളാഅ, മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാൻ തന്നെ പാടില്ല. മുലകുടി ബന്ധത്തിലുള്ള സഹോദരി സഹോദരന്മാർ തമ്മിൽ വിവാഹം ചെയ്യാൻ പാടില്ല. അപ്പൊ മക്കത്ത് അവർ മുല കുടിച്ചിരുന്നു എന്ന സംഭവം ഒരു സ്ത്രീ വന്നിട്ട് പിന്നെ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് വന്ന് പറയാം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞു, അത് നമ്മൾ സ്ഥിരീകരിച്ചു, അത് ശരിയാണ്, പക്ഷെ ഞങ്ങളാണെങ്കിൽ ഓൾറെഡി വിവാഹ ബന്ധത്തിലാണത്, എന്ത് ചെയ്യണം? നബി പറഞ്ഞത് മുറിക്കണം. ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല എന്ന് മാത്രമല്ല, രണ്ടാൾ രണ്ടറ്റത്ത് ജീവിക്കല്ലോ. പിന്നെന്താ, അന്ന് മുതൽ പിന്നെ ഒരു സഹോദരി സഹോദരന്മാരാണ്. ഇന്നലെ വരെ ഇത് പറയുന്നത് വരെ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചവരോട് നബി കൽപ്പിക്കുകയാണ്, ഇനി അടുത്ത മൊമെന്റ് മുതൽ നിങ്ങൾ സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അവരത് അനുസരിക്കുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രചോദനമാണ്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നബി പറഞ്ഞ കാര്യങ്ങൾ പുലർത്താനും നബി വിരോധിച്ച കാര്യങ്ങൾ മാറി നിൽക്കാനും. നാലാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പണ്ഡിതന്മാർ പഠിപ്പിച്ചു, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ വേണം ഇബാദത്തുകൾ ചെയ്യാൻ. അത് നബിയോടുള്ള ബാധ്യതയാണ്. അപ്പൊ ദീൻ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? ഒരാൾക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെയാണ് ഒരാൾ ദീൻ അനുഷ്ഠിക്കേണ്ടത്. പണ്ഡിതന്മാർ സാധാരണ പിന്നെ ഇമാം സുഹരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വാചകമാണ്, മിനല്ലാഹി റിസാല വ അലർ റസൂലിൽ ബലാഗ് വ അലൈനാ അത്തസ്ലീം. ഇതാണ് ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം. അതെന്താ? മിനല്ലാഹി റിസാല, റിസാലത്ത് അത് അവതരിപ്പിക്കുന്നത് ആരാണ്? ഇതൊക്കെ പഠിപ്പിക്കുന്നതും ഇതൊക്കെ നിശ്ചയിക്കുന്നതും ആരാണ്? അള്ളാഹുവാണ്. റിസാലത്ത് അള്ളാഹുവിൽ നിന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത എന്താ? വല റസൂലി അൽ ബലാഗ്, ഇത് ജനങ്ങൾക്ക് എത്തിക്കുക എന്നത് പ്രവാചകന്റെ ബാധ്യതയാണ്. വ അലൈനാ അത്തസ്ലീം, ഇനി നമ്മുടെ ബാധ്യത എന്താണ്? ആ അള്ളാഹു സംവിധാനിച്ച് പ്രവാചകനിലൂടെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ള കാര്യം അതിന് കീഴ്പ്പെട്ട് അനുസരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇതാണ് ആകെ മൊത്തം റിസാലത്തിനോടുള്ള നമ്മുടെ ബാധ്യതയെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പഠിപ്പിച്ചു തന്നിട്ടല്ലാതെ പ്രവാചകൻ മരണപ്പെട്ടു പോയിട്ടില്ല. പിന്നെ മദീനത്തെ യഹൂദികൾക്ക് വലിയ ആശ്ചര്യത്തോടുകൂടെ അവർ ചോദിക്കായിരുന്നതാണ്, നബി എന്തൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാലം വെച്ച് കയറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ വരെ അതൊക്കെ ഒരു നബി പറയേണ്ട കാര്യമാണോ എന്ന് ആളുകൾക്കിടയിൽ സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് സഹാബികൾക്ക് ഇസ്സത്തായിരുന്നു. അവർ പറയും, അതെ, ആകാശത്തൂടെ പറക്കുന്ന ഒരു പറവയെ കുറിച്ച് പോലും വഹീന്റെ അടിസ്ഥാനത്തിലുള്ള വിവരം ഞങ്ങൾക്ക് അറിയിച്ചു തരാതെ പ്രവാചകൻ ഞങ്ങൾ വിട്ടേച്ചു പോയിട്ടില്ല. നമ്മൾ ഉമ്മത്തിന്റെ ഒരു സുരക്ഷിതത്വം നോക്കൂ. ഇങ്ങനെ ജീവിതത്തിൽ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ട മാർഗരേഖയുള്ള ഒരു സമുദായവും ഇല്ല. കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ കല്യാണം ആലോചിച്ചു തുടങ്ങുന്ന സമയം മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിർഭാഗ്യവശാൽ ആ ബന്ധം ആരോഗ്യപരമായി കൊണ്ടുപോകാൻ പറ്റണില്ല, അതിന്റെ പ്രതിവിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിക്കാം, എങ്ങനെ സമ്പാദിക്കാൻ പാടില്ല, എങ്ങനെ ചെലവഴിക്കാം, എങ്ങനെ ചെലവഴിക്കാൻ പാടില്ല, വസ്ത്രം എങ്ങനെ ധരിക്കണം, എങ്ങനെ ധരിക്കാൻ പാടില്ല, വാഹനം
അതെങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ട ഏക സമുദായം അത് നമ്മൾ മാത്രം. അതുകൊണ്ട് തന്നെ പൊതുവെ മതം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ചിന്ത എന്താണ്? മതം എന്ന് പറഞ്ഞാൽ അത് ആരാധനാലയവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഒന്നാണ്. പൊതുവെ ഒരു സെക്കുലർ ലോകത്തെ മതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞത് മതം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു പ്രത്യേകിച്ചൊരു സെക്കുലർ പരിസരത്ത് മതം എന്ന് പറഞ്ഞാൽ അത് ആരാധനാലയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ആരാധനയുമായി ബന്ധപ്പെട്ട് മാത്രം നടക്കുന്ന നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇതൊക്കെ മതം പറയും. എന്നാൽ വിവാഹം, കച്ചവടം, അതുപോലെ തന്നെ വ്യവഹാരങ്ങൾ, നമ്മുടെ ഇഷ്ടാനിഷ്ടം, വസ്ത്രം, ഇതൊന്നും മതത്തിന്റെ മേഖലയല്ല എന്നാണ് പൊതുവെ ആളുകൾ പറയുകയും പ്രത്യേകിച്ച് ഒരു പുതിയ കാലത്ത് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പുരോഗമനം എന്നൊക്കെ മനസ്സിലാക്കുക. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദീൻ എല്ലാ മേഖലയിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മളത് മുസ്ലിം ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പൊ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ എങ്ങനെ ഇബാദത്തുകൾ ചെയ്യണം എന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു മാതൃകയുണ്ട്. ആ മാതൃകയിൽ ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യതയാണ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നുബുവത്ത് അല്ലെ, പ്രവാചകത്വം, അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരാള് പിന്നെ തൗഹീദ് ഉൾക്കൊള്ളുകയും പ്രഖ്യാപിക്കുകയും ഉൾക്കൊള്ളുകയും, റിസാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അത് പ്രഖ്യാപിക്കുകയും അതിന്റെ തേട്ടങ്ങൾ അതെന്താണോ നമ്മളോട് പിന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടി പറയുന്നത് അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഷഹാദത്ത് പൂർത്തിയാവുക. ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് വിരുദ്ധമായി ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ പാടില്ല, അത് ദീനല്ല എന്ന് പഠിപ്പിക്കുന്ന ഒട്ടനേകം ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. മൻ അഹ്ദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൻ അഹ്ദസ ഫീ അംരിന, ഇവിടെ അംർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ദീനാണ്. നമ്മുടെ മതത്തിൽ ദീനിൽ ആരെങ്കിലും പുതിയതായ ഒരു കാര്യം കൊണ്ടുവന്നാൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്തൊരു കാര്യം ചെയ്താൽ, ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അത് ആ കൽപ്പനയിൽ പെട്ട ഒന്നല്ല എങ്കിൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഇത് ഒരു കർമ്മം, ഒരാളെ ഒരു കാര്യം ചെയ്തു, ആ കാര്യം ഇപ്പോൾ ഖുർആനിൽ വിശദീകരിച്ച് പറയുന്ന ഒരുപാട് സ്ഥലത്ത് പറയുന്ന കാര്യമാണല്ലോ അമലുൻ സ്വാലിഹുൻ, സൽക്കർമ്മം എന്ന് നമ്മളതിനെ പരിഭാഷപ്പെടുത്തും. ഒരു കർമ്മം എപ്പോഴാണ് സൽക്കർമ്മമായി മാറുക, ഒരു അമൽ എപ്പോഴാണ് സ്വാലിഹായ അമലായി മാറുക? രണ്ട് നിബന്ധനകളാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുക. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാണ്, ഇഖ്ലാസ് ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണം എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാകണം. അതോടൊപ്പം അള്ളാഹു അല്ലാതെ ഒരാൾ ആരാധിക്കപ്പെടുന്നുണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ ചെയ്താൽ അത് സ്വാഭാവികമായിട്ടും ഒരു കർമ്മവും ഇസ്ലാമിൽ സൽക്കർമ്മമല്ല. അപ്പൊ ഒരു കർമ്മം സൽക്കർമ്മമായി മാറണമെങ്കിൽ ഒന്ന് ഇഖ്ലാസ് ഉണ്ടാകണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂറ് പുലർത്തുന്ന ഇഖ്ലാസ് ഉണ്ടാകണം, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്ന കാര്യമായിരിക്കണം. രണ്ടാമത്തത് മുതാബഅത്തു റസൂൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്ന ഒരാൾ എങ്ങനെയാണോ നബി ആ കാര്യം ചെയ്തത് അതുപോലെ ചെയ്യണം. അപ്പോഴാണ് ഒരു കർമ്മം സൽക്കർമ്മമായി മാറുക എന്ന് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സൂറത്തു മുൽക്കിലെ ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനാണ് മരണവും പിന്നീട് ഒരു ജീവിതവും ഒക്കെ വെച്ചത് എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അതിനർത്ഥം അഖ്ലസുഹു വ അസ്വബുഹു, കർമ്മം ഏറ്റവും നല്ല കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അഖ്ലസുമാകണം, അസ്വബുമാകണം, അഥവാ ഇഖ്ലാസ് ഉള്ളതാകണം, സ്വവാബായിരിക്കണം. ഇനി അദ്ദേഹം അതിനെ വിശദീകരിക്കുകയാണ്. ഫഇന്നൽ അമല ഇദാ കാന ഖാലിസൻ, ഒരു കർമ്മം അത് അള്ളാഹുവിന് മാത്രമുള്ളതായ നിഷ്കളങ്കമായ ഒരു കർമ്മമാണ്. വലം യകുൻ സ്വവാബൻ, അത് സ്വവാബല്ല എങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് യോജിക്കുന്നതല്ല എങ്കിൽ ലം യുഖ്ബൽ, ആ കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല. ഇപ്പോൾ ഒരാള് ഇനിയിപ്പോ റജബിൽ ഒരു മെഹറാജിന്റെ ആഘോഷം വരാനുണ്ട്, നിസ്കാരം വരാനുണ്ട്, നോമ്പ് വരാനുണ്ട്, ഒരാളത് ചെയ്യാണ്. എന്തപ്പോ നോമ്പ് നോക്കുന്ന ആൾക്ക് ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ലല്ലോ നോമ്പ് നോക്കുന്നത്. എന്തിനാണ് നോമ്പ് നോക്കുന്നത്? കൂലി കിട്ടാനാണ്. ഇഖ്ലാസോട് കൂടെ തന്നെയാണ് ഒരാൾ നോമ്പ് പിടിക്കുന്നത്. പക്ഷെ മുത്താബഅത്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെയല്ല, വലം യുഖ്ബൽ, ആ കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല. ഫൈദാ കാന സ്വവാബൻ, ഇനി ഒരാൾ ചെയ്യുന്നത് നബി ചെയ്തതുപോലെയാണ്, പക്ഷേ വലം യകുൻ ഖാലിസൻ, ഇഖ്ലാസ് ഇല്ലാതെയാണ് ആ കർമ്മമെങ്കിൽ ലം യുഖ്ബൽ, അതും സ്വീകരിക്കപ്പെടുകയില്ല. ഒരാൾ നോക്കുന്ന നോമ്പ്, സുന്നത്ത് നോമ്പൊക്കെ നോക്കുന്നത് സുന്നത്ത് നോമ്പ് തന്നെയാണ്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതൊക്കെ നബി പഠിപ്പിച്ചതുപോലെ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രമല്ല ചെയ്യുന്നത്, അതിന് പല ഘടകങ്ങളും പ്രേരണകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ ഫലം യുഖ്ബൽ, അതും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കർമ്മം
ഇഖ്ലാസ് ഉള്ളതാകണം, അതുപോലെ തന്നെ മുതാബഅത്തു റസൂലുമാകണം. അപ്പോഴാണ് അത് സ്വീകരിക്കപ്പെടുക എന്നത്. ഇങ്ങനെ ഷഹാദത്തിന്റെ 2 വശങ്ങളും നമ്മൾ കവർ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യാനും നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.